ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി ടേസ്റ്റി ആയിട്ടുള്ള മത്തി പൊള്ളിച്ചതാണ്. ഇത് നമ്മൾ വാഴയിലക്കകത്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത, മത്തി ഇഷ്ടമില്ലാത്ത ആൾക്കാർ വരെ കഴിച്ചു പോകും. അത്രയും ടേസ്റ്റാണ് ഇതിന്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണിത്. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള മത്തി പൊള്ളിച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. ഇതുണ്ടാക്കാനായിട്ട് നമ്മൾ ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളി കുറച്ചധികം വേണം. ഞാനിവിടെ 2 കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് 2 ടേബിൾ സ്പൂൺ, 6 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്, കുറച്ച് കറിവേപ്പിലയും. ഇത്രയും സാധനങ്ങൾ ആദ്യമേ തന്നെ റെഡിയാക്കി വെക്കുക. പിന്നെ മത്തി ക്ലീൻ ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് നന്നായി കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് നമ്മൾക്ക് മാരിനേറ്റ് ചെയ്യാനായിട്ടുള്ള മസാല ഇട്ട് കൊടുക്കാം. ആദ്യമേ തന്നെ ഇട്ട് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. കാശ്മീരി മുളക് ആയതുകൊണ്ട് ഇതിന് ഒരുപാട് എരിവ് കാണത്തില്ല. പിന്നെ ഇട്ട് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര്. ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഇത് പുരട്ടി കൊടുക്കുക. ഇനി ഇത് മത്തിക്കകത്ത് നല്ലപോലെ പിടിക്കാനായിട്ട് അരമണിക്കൂർ നമ്മൾക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പം ഏതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾക്കിനി ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് ഡീപ്പ് ഫ്രൈ ആക്കരുത്. അതിനായിട്ട് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എപ്പോഴും നമ്മൾ മീനിൻ്റെ ഡിഷസ് ഉണ്ടാക്കുമ്പം വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഒരുപാട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾക്ക് ഈ ബാക്കിയുള്ള വെളിച്ചെണ്ണയിൽ വേണം ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കാനായിട്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പം അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ മത്തി വെച്ച് കൊടുക്കുന്നത്. നല്ലൊരു ഫ്ലേവറും കിട്ടും. അതുമാത്രമല്ല തീരെ അടുക്കി പിടിക്കത്തുമില്ല. 1/2 കിലോ മത്തി എന്ന് പറയുമ്പോൾ ഏതാണ്ട് 8 മത്തിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. എല്ലാ മത്തിയും വെച്ച് കൊടുത്തു കഴിഞ്ഞു. ഇനി ഇത് 2 സൈഡും മാറി മാറിയിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഡീപ്പ് ഫ്രൈ ആക്കരുത്. ഇപ്പം ഇത് ഒരു സൈഡായി കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതിവിടെ എല്ലാം കൂടെ ഒരു സൈഡ് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ മറ്റേ സൈഡും ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. എല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയ്ക്കകത്ത് നിന്ന് എടുത്ത് മാറ്റാം. ഇപ്പം ഇതിവിടെ 2 സൈഡും ആയി കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതിവിടെ എണ്ണയ്ക്കകത്ത് എടുത്ത് മാറ്റുകയാണ്. ഇനി ഇതേ എണ്ണയിൽ തന്നെയാണ് ഞാൻ ബാക്കിയുള്ള ചേരുവകളും കൂടെ വഴറ്റിയെടുക്കുന്നത്. ഇനി എണ്ണയിൽ എന്തെങ്കിലും ഒരുപാട് കരിഞ്ഞതായിട്ട് തോന്നുകയാണെങ്കിൽ അത് മാറ്റിയതിന് ശേഷം വേണം നമ്മളിനി ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. ഞാനിതിവിടെ തീ കുറച്ച് ഫ്രൈ ചെയ്ത കാരണം തീരെ കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. എണ്ണയ്ക്കകത്ത് മുളകിൻ്റെയൊക്കെ കുറച്ച് അംശമുണ്ട്. അതിനകത്തേക്ക് തന്നെയാണ് നേരെ ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നത്. ഉള്ളി പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് 6 പച്ചമുളക് കീറി വെച്ചതാണ്. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ചെറുതായിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ കുറച്ചൊന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ വഴറ്റിയെടുക്കുക. ഇപ്പം ഇവിടെ ഉള്ളിയെല്ലാം നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മസാല പൗഡറുകൾ ഇട്ട് കൊടുക്കാം. ഒരുപാട് മസാലകൾ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ആദ്യമേ തന്നെ കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഇനി ഇട്ട് കൊടുക്കുന്നത് ഗരം മസാല 1/2 ടീസ്പൂൺ. പിന്നെ വേണ്ടത് പെരിഞ്ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ. പെരിഞ്ജീരകത്തിൻ്റെ മണം ഇഷ്ടമില്ലാത്തവർക്ക് ഉലുവാപ്പൊടി വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പെരിഞ്ജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് ഇട്ട് കൊടുക്കുമ്പം നല്ലൊരു ഫ്ലേവറും കൂടി ഉണ്ടായിരിക്കും. പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇനി ഇട്ട് കൊടുക്കേണ്ടത് തക്കാളിയാണ്. 2 തക്കാളി ഞാനിവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ വഴറ്റി കൊടുക്കുക. തക്കാളിയെല്ലാം നന്നായി വെന്ത് ഉടഞ്ഞു വരും. എണ്ണയെല്ലാം തെളിഞ്ഞു വരുന്നവരെ വഴറ്റി കൊടുക്കുക. ഇപ്പം തക്കാളിയെല്ലാം നന്നായി വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു. ഈ സമയത്ത് നമ്മൾക്കിനി തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിവിടെ പകുതി തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. 1-ാം പാലും 2-ാം പാലും കൂടെ 1.5 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. രണ്ടും കൂടെ ഒരുമിച്ച് തന്നെ നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് ഉപ്പെല്ലാം നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് തിള വരുന്നവർ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പം ഞാനിതിവിടെ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു വലിയൊരു മൺചട്ടിയാണ് എടുക്കുന്നത്. അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല. ഇനി അതിൻ്റെ മുകളിലോട്ടായിട്ട് ഒരു വാഴയില ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. വാഴയിലക്കകത്തും എണ്ണയൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അതും കൂടെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ഗ്യാസ് ഓൺ ചെയ്യുമ്പം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. തീ നന്നായി കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഓൺ ചെയ്യാനായിട്ട്. മൺചട്ടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് ചൂടായി കിട്ടുകയും ചെയ്യും. ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്ത് ചെറിയ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇട്ട് കൊടുത്ത വാഴയിലക്കകത്തോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മസാല പകുതി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള മീനാണ് നിരത്തി കൊടുക്കുന്നത്. ഈ നല്ലപോലെ കുറച്ചിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നാൽ പോലും നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള മസാല ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൂടെ കാണാം. ഇപ്പം മീനെല്ലാം വെച്ച് കൊടുത്തു കഴിഞ്ഞു. ഇനി അതിൻ്റെ മുകളിലോട്ടായിട്ട് ബാക്കിയുള്ള മസാലയും കൂടെ ഒഴിച്ചു കൊടുക്കുക. എല്ലാം നല്ലപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് പരത്തി കൊടുക്കുക.
എന്നിട്ട് നമ്മൾക്ക് വേറൊരു വാഴയില എടുത്ത് ഇതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് ഒരു ലിഡും കൂടെ വെച്ച് അടച്ചു കൊടുക്കാം. ഇനി ഇത് ചെറിയ ഫ്ലെയിമിൽ കുറച്ച് നേരം ഇരിക്കണം. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റൊക്കെ വരിക. ഇടയ്ക്ക് നമ്മൾ ഈ ലിഡൊന്ന് മാറ്റി കൊടുത്തിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഈ സമയത്ത് ഇതിൻ്റെ ഫ്ലെയിം കാണാം. ഞാൻ ഒരുപാട് തീ കുറച്ചാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. വീണ്ടും ലിഡ് വെച്ച് ഒന്നുകൂടെ അടച്ചു കൊടുക്കുക. കുറച്ച് സമയമാകുമ്പോഴത്തേക്കും ഇത് റെഡിയായിട്ടുണ്ടായിരിക്കും. ഏകദേശം ഒരു 15 മിനിറ്റ് ഇതേപോലെ വെച്ച് കൊടുക്കാം. ഇപ്പം ഇതിവിടെ 15 മിനിറ്റ് കഴിഞ്ഞു. നമ്മളുടെ മത്തി പൊള്ളിച്ചത് റെഡിയായിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഈ സമയത്ത് ഉണ്ടായിരിക്കുക. ഇനി നമ്മൾക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്താലും ഇത് കുറച്ച് നേരം ഒന്ന് തിളയ്ക്കും മൺചട്ടി ആയതുകൊണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള മത്തി പൊള്ളിച്ചത് റെഡിയായി കഴിഞ്ഞു. നല്ല ചൂട് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഇത് നല്ല കോമ്പിനേഷനാണ്. അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇതുണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്